കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം അഴിമതിയിൽ മുങ്ങി എന്നാരോപിച്ച് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ വളഞ്ഞാണ് സമരം. ദീപക് തർപ്പണം കോഴിക്കോട് വിവരങ്ങൾ നൽകുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. ഇതാ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സമരം പ്രധാന കവാടത്തിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഈ കോർപ്പറേഷനിലെ അഴിമതി, കോർപ്പറേഷനിലെ ജനവിരുദ്ധ ഭരണം, ഈ ഭരണത്തിനെതിരായ വലിയ ജനവികാരം പ്രകടമാക്കുക എന്നുള്ള നിലയിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാക്കളെ എല്ലാം നമുക്ക് കാണാം. ഇപ്പോൾ ലീഗിന്റെ ജനറൽ സെക്രട്ടറി റസാഖ് മാഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രസിഡന്റ്, ഇപ്പോൾ ജില്ലാ പ്രസിഡന്റായി റസാഖ് മാഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. മാഷെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി ലീഗ് എത്തും. എന്തൊക്കെയാണ് ഇതിന്റെ പ്രാധാന്യം? അല്ല, ഇത് ഈ സമരം തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ഒരു സമരമല്ല. ഇതിന് മുമ്പ് ഈ സമരം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 4 മാസം മുമ്പ് DCCയുടെ നേതൃത്വം നടന്നിട്ടുണ്ട്. തുടർച്ചയാണ് സമരത്തിന്. അതെ, വിവിധ ഘട്ടങ്ങളിലായി ഈ വിഷയം ജനമധ്യത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മാറ്റവും ഇതിനകത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനം. 19 കോടി രൂപ ചെലവഴിച്ചാണ് ഇതിന് പിറകിലുള്ള കെട്ടിടം നവീകരിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള AC-ക്കുള്ള കേടുപാടുകൾ തീർക്കാൻ പുതിയ AC വാങ്ങാൻ തീരുമാനിച്ചു. 90,000 രൂപ വെച്ചാണ് 1.5 ടൺ AC വാങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ 19 കോടി രൂപ ചെലവഴിച്ച് 9 കോടിയിൽ നിന്ന് 19 കോടിയിലേക്ക് മാറിയതാണ് ഈ കെട്ടിടത്തിന്റെ നവീകരണം. അപ്പോൾ അവിടെ AC കേടുവന്നിരിക്കുന്നു. ചെയർമാൻമാരുടെയും അതുപോലെ മറ്റുള്ള ആളുകളുടെയും ഒക്കെ വാതിൽ പോലും ഷീറ്റുകൾ വെച്ചാണ് മറിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മളതിനകത്ത് പോയി കണ്ടാൽ മാത്രമേ അതിന്റെ അവസ്ഥ അറിയുള്ളൂ. വലിയ അഴിമതിയാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. ഈ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് MK മുനീർ അല്പസമയത്തിനെത്തും. മുനീറാണ് ഉദ്ഘാടനം ചെയ്യും. മുനീർ സാഹിബ് ഇത് ഉദ്ഘാടനം ചെയ്യും. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല, തുടർ പ്രക്ഷോഭം ഉണ്ടാവും. ഇവർ തിരുത്തണം. കാരണം ഇത് നടക്കുന്നത് 4000 നമ്പർ കൊടുത്ത് 500 കോടിയുടെ അഴിമതി ഞങ്ങൾ ആരോപിക്കുന്നുണ്ട്. കോർപ്പറേഷൻ ഓഫീസിന്റെ പ്രവർത്തനം ഇന്ന് നടക്കുമോ അതോ പൂർണ്ണമായും സ്തംഭിക്കും? എങ്ങനെയാണ്? ഒരു കാരണവശാലും കോർപ്പറേഷൻ പ്രവർത്തനം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇത് ഒരു തിരുത്തണം, ജനങ്ങളോട് മാപ്പ് പറയണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. വൈകിട്ട് വരെ സമരം തുടരുന്നതാണ്. അത് സമയം പോലും എങ്ങനെയാണ് നിങ്ങൾ നിയമപാലകർ എങ്ങനെയാണ് ഈ സമരത്തെ നേരിടുന്നത് എന്ന് നോക്കി അതിനനുസരിച്ച് തീരുമാനിക്കും. താങ്ക് യു. SKN ഇതാ കോർപ്പറേഷന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. വലിയ രീതിയിൽ തന്നെ പ്രധാന കവാടത്തിലുണ്ട്, ഇതുപോലെ തന്നെ പുറത്തെ കവാടത്തിലും പുറകിലുള്ള കവാടത്തിലും സമരക്കാരുണ്ട്. പ്രധാന കവാടത്തിലൂടെയോ പുറകിലുള്ള കവാടത്തിലൂടെയോ ഒരാളെയും കോർപ്പറേഷനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് സമരക്കാർ പറയുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.